അസ്സലാമു അലൈക്കും. ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ സംബന്ധിച്ച് അറിയാത്തവർ ഭാരതത്തിൽ ഉണ്ടാവുകയില്ല. കാരണം ഭരണഘടനാ സഭയിൽ അദ്ദേഹം മെമ്പറായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് ഇവിടെ മതപ്രചരണ രംഗത്ത് ദഅവത്ത് ഭരണഘടനയിൽ സ്ഥാനം പിടിച്ചത്. ഏത് മതവിശ്വാസിക്കും അവനവൻ്റെ മതം പ്രചരണം നടത്താൻ, അതിനാണ് ദഅവത്ത് എന്ന് പറയുന്നത്, പ്രൊപ്പഗേഷൻ. അതിന് മുഹമ്മദ് ഇസ്മായിൽ സാഹിബാണ് അതിന് നേതൃത്വം നൽകിയത്. അത് ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിക്കുകയും അങ്ങനെ ഭരണഘടനയിൽ അത് എഴുതി ചേർക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നാം പള്ളികൾ വയ്ക്കുന്നതും ബാങ്ക് പിടിക്കുന്നതും മതപ്രഭാഷണങ്ങൾ നടത്തുന്നതുമെല്ലാം അങ്ങനെയാണ്. അങ്ങനെ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് മദ്രാശിയിൽ ജനിച്ച അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ സ്വതന്ത്ര ഇന്ത്യയിൽ 1948 മുസ്ലിം ലീഗ് രൂപീകൃതമായതും മദ്രാശി സംസ്ഥാനത്തിൻ്റെ ഭാഗമായി മദ്രാശി സംസ്ഥാനത്ത് വെച്ചായിരുന്നു. കേരളത്തിൽ നിന്നുള്ള സീതി സാഹിബ് പോലെയുള്ള മഹാരഥന്മാർ അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ടായിരുന്നു. അങ്ങനെ ഇന്ത്യയിലെ അന്ന് വിഭജനത്തിന് കാരണം മുസ്ലിം ലീഗ് ആണെന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്ന കാലത്തായിരുന്നു ഈ സംഭവം. അതിനാൽ അധികം ആളുകളും മുസ്ലിം ലീഗിനെ ഉൾക്കൊള്ളുവാൻ തയ്യാറായില്ല. മുസ്ലിം ലീഗ് എന്ന് കേട്ടാൽ അപ്പോൾ അറസ്റ്റ് ചെയ്ത് അകത്താക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പച്ചക്കൊടി പിടിച്ചാൽ അവനെ നോട്ടപ്പുള്ളിയാക്കി മാറ്റുന്ന ഒരു സാഹചര്യം. അതുപോലെ തന്നെ വിഭജനാനന്തരം ഇവിടെ രക്തപ്പുഴ മുസ്ലിങ്ങളെ മുഴുവൻ, ന്യൂനപക്ഷങ്ങളെ മുഴുവൻ ആക്രമിക്കുന്ന ഒരു രീതിയിലേക്ക് ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായം മാറിയിരുന്നു. എന്നാലും മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ട് ഇന്ത്യയിൽ മുസ്ലിം ലീഗ് രൂപീകരിക്കുകയും മദ്രാശിയിൽ അതിൻ്റെ ആസ്ഥാനം, അഖിലേന്ത്യാ ആസ്ഥാനം മദ്രാശിയിൽ ആകുകയും ചെയ്തിരുന്നു.